ഹലോ, നമ്മളിന്നൊരു പുതിയ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഗ്രനേറോൻ്റെ J11 എന്ന് പറഞ്ഞ മോഡലിൻ്റെ വയർലെസ് മൈക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ബോക്സിൽ ജസ്റ്റ് ഒന്ന് ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതിലെന്തൊക്കെയാണ് വരുന്നത്. ഞാനിത് ഓൾറെഡി ഒന്ന് അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിലെന്തൊക്കെയുള്ളതെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ബോക്സിൽ ആദ്യം തന്നെ തുറക്കുമ്പോൾ നമുക്കൊരു മാനുവൽ കിട്ടും. അപ്പോൾ മാനുവലിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു വാറൻറ്റി കാർഡ് വരുന്നുണ്ട്. വാറൻറ്റി കാർഡ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത് നമ്മൾ പൊട്ടിച്ച് 30 ഡേയ്സിനുള്ളിൽ ഇത് രജിസ്റ്റർ ചെയ്യണം, വാറൻറ്റി സർവീസും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യണമെങ്കിൽ. ഇതിൻ്റെ ബാക്കിൽ ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഇതായിട്ട് വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്രനേറോൻ്റെ ഈ ഒരു ബോക്സ് തെറ്റില്ലാത്ത അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉള്ള ബോക്സാണ്. അതുപോലെ അതിലൊരു അഡാപ്റ്റർ വരുന്നുണ്ട് ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ. പിന്നെ നമുക്ക് ഒരു മൈക്കും വരുന്നുണ്ട്, ഗ്രനേറോൻ്റെ മൈക്ക്. ഇതാണ് മൈക്ക്. ഇത് നമുക്ക് ഷർട്ടിലൊക്കെ ക്ലിപ്പ് ചെയ്തിട്ട് വെക്കാൻ കഴിയും. അപ്പോൾ ഐഫോൺ യൂസേഴ്സ് ടെൻഷൻ അടിക്കേണ്ട, ഇതെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ഐഫോണിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന പോലത്തെ OTG കണക്റ്റേഴ്സ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് ഐഫോണിലേക്കും കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊരു പഴയ ടൈപ്പ് കണക്ടറാണ്. ഇത്രയൊക്കെയാണ് ബോക്സിൽ വരുന്നത്. അപ്പം നമുക്ക് നമ്മൾ C ടൈപ്പാണ് നിങ്ങളെ ഫോണെന്നുണ്ടെങ്കിൽ നമുക്ക് C ടൈപ്പ് ഫോണിലേക്ക് ഇത് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മൾ മൈക്ക് എടുത്തിട്ട് ഇവിടെ ഒരു സിംഗിൾ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് അമർത്തി പിടിച്ചാൽ നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഇവിടെ ഗ്രീൻ കളർ വരും. ഈ ഗ്രീൻ കളർ വന്നാൽ ഇത് ഓണായെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള ശബ്ദം കുറച്ച് നിങ്ങൾക്ക് പുറമേ നിന്നുള്ള ശബ്ദമൊക്കെ ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ മൈക്ക് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും പറയുന്നത്. അപ്പോൾ എത്രത്തോളം നമുക്ക് ഇതിൽ വോളിയമൊക്കെ റെഡ്യൂസ് ആവുന്നുണ്ടെന്നൊക്കെ നോക്കാം. അതുപോലെ എത്ര ഡിസ്റ്റൻസ് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിലിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പ്ലഗ് ആൻഡ് പ്ലേ 20 മീറ്റേഴ്സാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ്. പ്രിസൈസ് റേഡിയോ, അതേപോലെ ക്ലിയർ ടിമ്പർ, ഹൈലി സെൻസിറ്റീവ്, വൈഡ്ലി കോമ്പാറ്റബിൾ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രത്തോളമുള്ള ഉപയോഗിക്കാൻ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മൈക്കായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഈ മൈക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് സൗണ്ടിൽ എന്തെങ്കിലും വേരിയേഷൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ഐഫോണാണ്. അപ്പോൾ ഐഫോണിൻ്റെ OTG കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇനി ബാക്കിയുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഷർട്ടിൽ കണക്ട് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി മൈക്കിന് എത്രത്തോളം ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട്, 20 മീറ്റേഴ്സ് തന്നെ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കട്ടായി പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഏകദേശം 20 മീറ്ററിനേക്കാളും കൂടുതൽ ബാക്കിലേക്ക് പോയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടെന്ന്. അപ്പം ഈ ആർക്കിടെക്ട്സ് അതേപോലത്തെ ആളുകൾക്കൊക്കെ ബാക്കിൽ നിന്നൊരു പ്രസൻറ്റേഷൻ പോലെ പറയണമെങ്കിൽ ഈ മൈക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ബിഗിനേഴ്സിനും ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസാണ് വരുന്നത്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോകളും ചെറിയ ചെറിയ റിവ്യൂകൾക്കൊക്കെ ആയിട്ട് നമ്മളെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടെ തന്നെ നിന്നാൽ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും വരും.